ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലൂടെ ഒരിക്കലൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ അതിനെല്ലാവരും പറയുന്ന ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ് മെക്കാനിക്കൽ എനർജിയാണ്. അതായത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ഒരു ബോഡി മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ഫാൾ ചെയ്യുകയാണെങ്കിൽ അത് താഴെ വരുന്നതിന് വരെ അതിന്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും, കൺസർവ് ചെയ്യും. അത് വെച്ച് എക്സാമിന് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അവിടെ നിന്നും ആപ്ലിക്കേഷൻ ടൈപ്പ് പ്രോബ്ലവും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഡെറിവേഷനും ആ ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവറിൽ നമുക്ക് പറയാം പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പറയാം. കാരണം ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്നതും ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അപ്പൊ ഈ ഡെറിവേഷൻ പാർട്ടിനോട് ഞാൻ തൽക്കാലം പോകുന്നില്ല. ഇതിന്റെ കോൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിനുശേഷം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച അടിപൊളി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാം റെഡി അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പൊ എന്താണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, മെക്കാനിക്കൽ എനർജി പറയുന്നത്? എടാ, മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഒരു ബോഡിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സം ആയിരിക്കും. അപ്പോൾ ഒരു ബോഡി ഫ്രീലി ഫാളിംഗ് ആണ്. ഈ ബോഡി ഫ്രീലി ഫാളിംഗ് ആണ്. ഇതിനകത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലാതെ വേറൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. എയർ ഫ്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആക്ട് ചെയ്യുന്നില്ല. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഈ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഈ ബോഡിയിൽ ഒരു വർക്ക് ചെയ്യാൻ പോവുകയാണ്. ബോഡി മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീഴാൻ പോവുകയാണ്. അപ്പോൾ ഈ ബോഡി മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും, സപ്പോസ് ഞാൻ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എ എന്ന് വിളിക്കുന്നു, സെക്കൻഡ് പോയിന്റ് ഇവിടെ എടുക്കുന്നു, ദെൻ ആ പോയിന്റ് ബി എന്ന് വിളിക്കുന്നു, ഇനിയും താഴോട്ട് വീണോണ്ടിരിക്കുകയാണ്. ഏറ്റവും താഴെ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് ഞാൻ എന്ത് വിളിച്ചു, സി എന്ന് വിളിച്ചു. അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തതിന് മുമ്പത്തെ പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പൊ നോക്കി, ഈ 3 പോയിന്റിലും നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, ടോട്ടൽ എനർജി കൺസർവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ എയും സിയും ചോദിക്കും, ചിലപ്പോൾ എയും ബിയും ചോദിക്കും, ചിലപ്പോൾ ബിയും സിയും ചോദിക്കും, ചിലപ്പോൾ മുഴുവനും ചോദിക്കുന്നതാണ്. അപ്പൊ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. അതിന്റെ ഡെറിവേഷൻ തൽക്കാലം പോകുന്നില്ല. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് എ, ടോട്ടൽ എനർജി അറ്റ് എ എന്ന് പറയുന്നതും ടോട്ടൽ എനർജി അറ്റ് ബി എന്ന് പറയുന്നതും ടോട്ടൽ എനർജി അറ്റ് സി എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും, അവിടെ mgh തന്നെയായിരിക്കും. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റുകൾ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുത്താൽ, ആ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ്, അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, mgh ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകത, അവിടുത്തെ ടോട്ടൽ എനർജി താഴോട്ടേക്ക് വരികയാണ്, പൊട്ടൻഷ്യൽ 0 ആവും. അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന കൈനറ്റിക് എനർജി മാത്രമായിരിക്കും, ½ mv² ആണ്. എനർജി നഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് mgh എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ കൈനറ്റിക് എനർജി കാണും, പൊട്ടൻഷ്യൽ എനർജി കാണും. ചില പ്രോബ്ലത്തിൽ എന്ത് പറയും, കുറച്ച് എനർജി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. ഇപ്പൊ 25% എനർജി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ മുകളിൽ നിന്ന് എറിയാൻ നേരത്ത് 100% എനർജി ഉണ്ടായിരുന്നു. താഴെ സ്ട്രൈക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു 25% നഷ്ടപ്പെട്ടു പോയി. 25% നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബാക്കി അതിനകത്ത് എത്രമാത്രം എനർജി ഉണ്ട്, 75% എനർജി ഉണ്ട്. ആ 75% എനർജി ആയിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ഇത്ര ഹൈറ്റ് എന്തായാലും വരില്ല, ഇതിന്റെ നേരെ 3/4 ഹൈറ്റ് അത് പൊങ്ങത്തുള്ളൂ. ഇങ്ങനത്തെ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ, 2021 ഇമ്പ്രൂവ്മെന്റ്, 2021 മോഡൽ, 2020 മോഡൽ, 2017 ഇമ്പ്രൂവ്മെന്റ്, 2018 മോഡല്. അതേപോലെ തന്നെ മാർച്ചിലെ കാര്യം ഞാൻ എടുത്തിട്ടില്ല. മാർച്ചിലും എക്സാമിന് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്, പ്രൂവ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ ദ കേസ് ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. അത്ര ഇമ്പോർട്ടന്റ് ഉള്ള ആ ഡെറിവേഷനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടേ എക്സാം ഹാളിൽ കയറാൻ പാടുള്ളൂ. ഇവിടെ ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. 2024 മോഡൽ, 2022 മാർച്ച്, 2020 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ടോപ്പ് ഓഫ് ദി ടവർ, ഹൈറ്റ് h, ഡ്രോ ദ ഗ്രാഫ്. എന്താണ്, ഇതിന്റെ ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ബോഡി ഇങ്ങനെ വീഴുകയാണ്, അതിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് ഒന്ന് വരക്കാം. വളരെ സിമ്പിൾ ഗ്രാഫാണ്, ഒന്നും നോക്കണ്ട. ഇവിടെ എന്തായിരിക്കും, എനർജി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം, എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് വിളിക്കാം, ഇഷ്ടമുള്ള വിളിക്കാം, കുഴപ്പമില്ല. അപ്പൊ നോക്കിയാടാ, ഇവിടെ നമുക്ക് x = 0 ആണ്, അല്ലെങ്കിൽ h = 0 ആണ്. h = 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഏറ്റവും സർഫസ് ആണ്. സർഫസിൽ ആരാണ് കൂടുതൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, സർഫസിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അങ്ങനെ പോയി ഇവിടെ എന്തായി, x = h ആയി. ഇവിടെ x = 0 ആയിരുന്നു, ഇവിടെ x = എന്തായി, h ആയി. റെഡി അല്ലേടാ മക്കളെ?
റെഡി അല്ലേ? ഹൈറ്റിന്റെ ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എച്ച് എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എച്ച്. ഓക്കെ, ഇവിടെ മാക്സിമം ഹൈറ്റ്, ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് മാക്സ്, ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്കറിയാം ഏറ്റവും മാക്സിമം ഹൈറ്റിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറും. അപ്പൊ കൈനറ്റിക് എനർജിയുടെ പോയിന്റുകൾ കിട്ടി, നേരെ വരയ്ക്കുക. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് കൈനറ്റിക് എനർജി, സിമ്പിൾ ഗ്രാഫ്. ഇനി നമുക്ക് ഇതേപോലെ പൊട്ടൻഷ്യൽ എനർജി നോക്കിയാലോ? യെസ്, പൊട്ടൻഷ്യൽ എനർജി നോക്കാം. നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു 0. എച്ച് ഇസ് ഈക്വൽ ടു 0യിൽ പൊട്ടൻഷ്യൽ 0 ആണ്. പൊട്ടൻഷ്യൽ ഇല്ല, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അതല്ല എങ്കിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണെടുത്ത് പൊട്ടൻഷ്യൽ എനർജി ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കുന്നതാണ്. റെഡി? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഈ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. യെസ്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. യെസ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ദിസ് ഈസ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജിക്ക് മാറ്റമൊന്നും വരത്തില്ല. ടോട്ടൽ എനർജി കൺസർവ് ആയതുകൊണ്ട് ടോട്ടൽ എനർജിക്ക് മാറ്റമൊന്നുമില്ല. ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. ഈ ഗ്രാഫും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പ്ലോട്ട് ചെയ്യാം. യെസ്. അപ്പോൾ ഇതെന്താണ്? കൈനറ്റിക് എനർജി. ഇതെന്താണ്? പൊട്ടൻഷ്യൽ എനർജി. ഇതെന്താണ്? ടോട്ടൽ എനർജി. ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് എക്സാമിന് പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സിമ്പിൾ പെൻഡലമാണിത്. ആ പെൻഡലത്തിന്റെ ബോബിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിനെ കെട്ടുതൂക്കിയിട്ടിരിക്കുന്ന പെൻഡലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ് ലെങ്ത്. നമ്മൾ ആ ബോബിന് എന്ത് ചെയ്തു? ഒരു 90 ഡിഗ്രി, നിങ്ങൾ കാണുന്നുണ്ടോടാ? 90 ഡിഗ്രിയിൽ ഇങ്ങനെ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഇതിനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താടാ? വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ ബോബ് അറൈവ്സ് അറ്റ് ദി ലോവർ മോസ്റ്റ് പോയിന്റ്? ഏറ്റവും താഴെ എത്തുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്തു കേട്ടോ. ഈ ബോബിനെ ഇവിടുന്ന് റിലീസ് ചെയ്തു താഴെ എത്തുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടീഷൻ തന്നിരിക്കുന്ന? യെസ്, 5% ഇനിഷ്യൽ എനർജി ഡിസിപ്പേറ്റഡ് അഗൈൻസ്റ്റ് എയർ റെസിസ്റ്റൻസ്. ഇപ്പൊ നോക്കിയാടാ, എനർജി നഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഇവിടുത്തെ എനർജീനെ TE1 എന്നും ഇവിടുത്തെ എനർജീനെ TE2 എന്ന് സാർ വിളിക്കുകയാണ്. ടോട്ടൽ എനർജിയാണ്. എനർജി നഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്താണ്? TE1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? TE2. ഇവിടെ എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം താഴത്തെ എനർജി എന്തായിരിക്കും മക്കളെ? താഴത്തെ എനർജി എന്തായിരിക്കും? എനർജി നഷ്ടപ്പെട്ടു. എത്ര ശതമാനമാണ്? 5% എനർജി നഷ്ടപ്പെട്ടു. ബാക്കിയതിൽ എന്തുമാത്രം എനർജി ഉണ്ട്? 95% എനർജി ഉണ്ട്. അപ്പൊ 95% എനർജി താഴെത്തുമുണ്ട്. അപ്പൊ നമുക്ക് പറയാം 95% എനർജി ഓഫ് എന്തായിരിക്കും? ഏറ്റവും മുകളിലത്തെ എനർജി. അപ്പോൾ താഴത്തെ എനർജി എന്ന് പറയുന്നത് മുകളിലത്തെ എനർജി 100 ജൂൾ ആണെങ്കിൽ ഇപ്പോൾ താഴെ എത്തുമ്പോൾ എത്ര ആയിട്ട് മാറി? 95 ജൂളായിട്ട് മാറി. മനസ്സിലായോടാ? യെസ്, അതായത് 95% ഓഫ് ഇനിഷ്യൽ എനർജി ആയിട്ട് മാറി. ഇനിയാണ് പരിപാടികൾ നടക്കാൻ പോകുന്നത് മക്കളെ. ഏറ്റവും ടോപ്പിൽ എനർജി എന്ത് എനർജിയാണ് ഉള്ളത്? നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയാണ്. ഏറ്റവും ടോപ്പിൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഏറ്റവും താഴെ എത്തുമ്പോൾ അതെന്തായിട്ട് മാറും? അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. നമുക്കറിയാം ഏറ്റവും താഴെ എത്തുമ്പോൾ ആ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി അല്ലട കണ്ടുപിടിക്കേണ്ടത്. ഇത് എഴുതിക്കോ ഈക്വേഷനിൽ കൊടുത്തോ, പരിപാടികളൊക്കെ കൊടുത്തോ. അപ്പോൾ TE2 ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ പറയാം, TE2 ഈസ് ഈക്വൽ ടു 95% എന്ന് വെച്ചാൽ 0.95 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം TE1. TE2ന് പകരം ½ mv² കൊടുക്കാം. താഴത്തെ എനർജി കൈനറ്റിക് എനർജിയാണ്. 0.95 ഇൻറ്റു മുകളിലത്തെ എനർജി പൊട്ടൻഷ്യൽ എനർജി mgh എന്ന് കൊടുക്കാം. വെട്ടി കൊന്നു കളയുക, കാശൊന്നും നോക്കണ്ട, എം അങ്ങ് പോയി. ഇനി വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? യെസ്, v² is equal to 2 into 0.95 into ജിയുടെ വാല്യൂ 9.8 എന്ന് കൊടുക്കാം. 9.8 എന്ന് കൊടുക്കാം. ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ വെണ്ടക്കാക്ഷരി തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 1.5. യെസ്, അപ്പോൾ ഇൻറ്റു 1.5ന്റെ ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാൻ റൂട്ട് എടുത്താൽ മതി. നിങ്ങൾ തന്നെ ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ എന്താണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അന്തസ്സാണ് മക്കളെ, അന്തസ്സാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഓക്കെ അല്ലേ? ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ പിടിച്ചാലോ? ഒരു ക്വസ്റ്റ്യനും കൂടെ ഇന്നാ ഒരു ക്വസ്റ്റ്യനും കൂടെ പിടിച്ചോ. പിടിച്ചോ. ശ്രദ്ധിക്കടാ. A ball at rest is dropped from height 12 meter. It loses 25% of its kinetic energy. 25% എനർജി നഷ്ടപ്പെട്ടു പോയി അല്ലേ? എന്നിട്ട് സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്, ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ഇറ്റ് ബൗൺസസ്. അതായത് നമ്മൾ ഇവിടുന്നാണ് വിടുന്നത്,
യെസ്, ഇതിങ്ങനെ താഴോട്ടേക്ക് വീഴുന്നു. ഇവിടുത്തെ ടോട്ടൽ എനർജീനെ TE1 എന്ന് വിളിക്കാം. ഇത് താഴെ പോയി സ്ട്രൈക്ക് ചെയ്യുന്നു. എത്ര ശതമാനം എനർജി നഷ്ടപ്പെട്ടു പോയി? 25% എനർജി നഷ്ടപ്പെട്ടു പോയി. ബാക്കി അതിൽ എന്തുമാത്രമുണ്ട്? 75% എനർജി ഉണ്ട്. ഈ 75% എനർജി വെച്ചിട്ടാണ് ഇവൻ മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ഇത്ര ഹൈറ്റ് വരുമോ? ഒരിക്കലും അത്ര ഹൈറ്റ് വരത്തില്ല. ഇപ്പോഴത്തെ ഇവന്റെ ടോട്ടൽ എനർജി TE2 എന്ന് വിളിക്കാം. അതെത്ര ആയിരിക്കും? TE1 TE2 ഈക്വൽ ആണ്? ഒരിക്കലുമല്ല. കാരണം എന്താണ്? നമുക്കറിയാം 25% എനർജി നഷ്ടപ്പെട്ടു പോയാൽ ബാക്കിയുള്ള എനർജി എന്ന് പറയുന്നത് 75%. അപ്പൊ TE2 എന്ന് പറയുന്നത്, മക്കളെ ശ്രദ്ധിക്കടാ, TE2 എന്ന് പറയുന്നത് 75% ഓഫ് എന്തായിരിക്കും? TE1 ആണ്. ഇനിയാണ് നമ്മുടെ ലോജിക്ക് കിടക്കുന്നത്. ഇത് മാക്സിമം ഹൈറ്റ് അല്ലേ? ഇവിടുത്തെ ടോട്ടൽ എനർജി MGH അല്ലേ? ഈ ഹൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? H എന്ന് വിളിക്കാം. സിമ്പിൾ അല്ലേ? ഇനി ഇവൻ ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് എന്തുമാത്രം ഹൈറ്റ് പോകും? മാക്സിമം എന്തുമാത്രം ഹൈറ്റ് പോകും? അപ്പൊ രണ്ടാമത്തെ കേസിലെ മാക്സിമം ഹൈറ്റ് ഏതാ മക്കളെ? രണ്ടാമത്തെ കേസിലെ മാക്സിമം ഹൈറ്റ് ചെയ്ത് ഇവിടെയും ടോട്ടൽ എനർജി, അതായത് ഇവൻ സ്ട്രൈക്ക് ചെയ്ത് ഏറ്റവും മുകളിലെത്തി. അവന് ആ എനർജി കൊണ്ട് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റിലെത്തി. അപ്പൊ ഇവിടെയും ടോട്ടൽ എനർജി എന്ത് തന്നെയായിരിക്കും? MGH അല്ല, പകരം H'. കാരണം കുറച്ച് എനർജി നഷ്ടപ്പെട്ടു പോയി. ഇനി എനർജി നഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യം പോയ ഹൈറ്റിൽ പോയേനെ. അപ്പൊ ഇവിടെയും ഏറ്റവും ടോപ്പ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ഇവിടെയും ഏറ്റവും ടോപ്പ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ കേസ് ഒന്നും വേണ്ട. അപ്പൊ കിട്ടി. ഇതാ എഴുതിക്കോ. യെസ്, TE2 is equal to 0.75 into TE1. TE2 എന്താണ്? യെസ്, MGH'. ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 0.75 into MGH. വെട്ടിക്കളയുക. Then H' is equal to 0.75 into ഹൈറ്റ് നമുക്കറിയാം 12 മീറ്റർ ആണ്. 12 into 0.75 മുക്കാലാണ് 0.75 എന്ന് പറയുന്നത്. 12ന്റെ മുക്കാൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 3 6 6 3 9 9 3 12 4ൽ 3 ഭാഗം. അപ്പൊ 3 6 9 മീറ്റർ എന്ന് കിട്ടി. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. 9 മീറ്റർ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ ഇതാ പിടിച്ചോ അടുത്തൊരു ക്വസ്റ്റ്യൻ. 2015 സെയിലെ ക്വസ്റ്റ്യൻ. ഒരു ബോഡിയുടെ മാസ് 5 കിലോഗ്രാം ആണ്. അതിനെ മുകളിലോട്ട് വലിച്ചെറിഞ്ഞു. അതിന്റെ കൈനറ്റിക് എനർജി 490 ജൂളാണ്. അപ്പോൾ ഒരു ബോഡിനെ നമ്മൾ നേരെ തിരിച്ചു വിടുകയാണ് കേട്ടോ. മുകളിലോട്ട് വലിച്ചെറിയുന്നു. യെസ്, ഇവിടുത്തെ ടോട്ടൽ എനർജി നമുക്ക് എന്ത് വിളിക്കാം? TE എന്ന് വിളിക്കാം. എത്ര ആയിട്ട്? 490 ജൂൾ എനർജിയാണ്. നമുക്കറിയാം ഇവിടുത്തെ എനർജി കൈനറ്റിക് എനർജി ആയിരിക്കും. താഴെ മുകളിലോട്ട് എറിയുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ബിക്കം ഹാഫ് ഓഫ് ദി ഒറിജിനൽ വാല്യൂ. അതായത് ഈ കൈനറ്റിക് എനർജിയുടെ വാല്യൂ നേരെ പകുതിയായി. അതായത് ഏതോ ഒരു പോയിന്റിൽ, നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം അല്ലെ? നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ടോട്ടൽ, ഇവിടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്ന കേസൊന്നും പറയുന്നില്ല, അപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്തായിരിക്കും മക്കളെ? കൈനറ്റിക് എനർജി ആയിരിക്കും. ½ mv² ആയിരിക്കും. ഇതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതാം. സംശയമാണെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ്? യെസ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്തായിരിക്കും എടാ? യെസ്, കൈനറ്റിക് എനർജി ആയിരിക്കും. റെഡിയല്ലേ? എങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്ന? ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഹൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? H എന്ന് വിളിക്കാം. സിംപിളി ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. നിങ്ങൾ നോക്കിയാൽ ടോട്ടൽ എനർജി എത്ര? 490. യെസ്, 490. നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ടോട്ടൽ എനർജി എത്രയാണ് മക്കളെ? 490 ജൂളാണ്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമുക്കറിയാം mg into h ആണ്. കൈനറ്റിക് എനർജി പകുതിയാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ 490 ജൂളുള്ള കൈനറ്റിക് എനർജി ഇപ്പൊ എത്രയായി? അതിന്റെ പകുതി 490ന്റെ പകുതി 245. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പറയാം MGH is equal to 490 മൈനസ് 245 245 എന്ന് കിട്ടും. അപ്പൊ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 245 ഭാഗം m into g. 245 ഭാഗം മാസ് 5 ആണ്. ജിയുടെ വാല്യൂ തൽക്കാലം ഞാൻ 10 എന്ന് വിളിക്കുവാണ്, ഒരു രസത്തിന് വേണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ത്? അല്ലെങ്കിൽ 9.8 കിട്ടും. നിങ്ങൾ ആൻസർ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? യെസ്, എല്ലാവരും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇതിന്റെ ആൻസർ എന്താണെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക. കിട്ടുന്ന ആൻസർ മീറ്ററിലായിരിക്കും ആൻസർ കിട്ടുന്നത്. റെഡി? യെസ്, അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ?
അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ഇതുവരെ നിങ്ങൾ ചോദിക്കാൻ സാധ്യത മുഴുവൻ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഉറപ്പായി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇനി ശ്രദ്ധിക്കുക, എ ബാൾ അറ്റ് റെസ്റ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ഹൈറ്റ് 12 മീറ്റർ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? അയ്യോ, ഇത് നമ്മൾ 2015 ക്വസ്റ്റ്യൻ ആണ്. 2015 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ വേറെ ട്രിക്ക് കൂടെ പറഞ്ഞുതരാവേ. 25% നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ബാക്കി എത്ര? 75%. ഓക്കെ, അപ്പോൾ ഫൈനൽ ഹൈറ്റ് കണ്ടുപിടിക്കുക ഷോർട്ട് കട്ട് ഉണ്ട്. 75% ഓഫ് എന്തായിരിക്കും? എച്ച് ചെയ്താൽ മതി. അതായത് എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു 0.75 ഇൻറ്റു എന്താണ്? എച്ച് എത്രയാണ്? 12 ആണ്. എത്ര കിട്ടും? 9 മീറ്റർ. ഇതാണ് ഷോർട്ട് കട്ട്. എൻട്രൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതില്ല, ടക്കേ എന്ന് എന്ത് ചെയ്യും? ആൻസർ ഇതേപോലെ എഴുതി നോക്കും. കോമൺ സെൻസ് ആണ്. ഒരു ബോൾ താഴ്ത്തി വിടുകയാണ്. ഓക്കെ, അതിന്റെ 25% നഷ്ടപ്പെട്ടു പോയി. ഇനി അത് പൊങ്ങുന്നത് ബാക്കി 75% കൊണ്ടാണ്. ഒരു കേക്കിനെ 4 മുറിച്ച് അതിൽ 3 പീസ്. ഓക്കെ അല്ലേ? അതായത് 12 നമ്മൾ 4 പീസ് ചെയ്ത് കഴിഞ്ഞാൽ 3 3 3 3. അതിൽ ഒരു പീസ് പോയി, ബാക്കി 3 പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ 3 6 9 മീറ്റർ ആയിരിക്കും അത് മുകളിലോട്ടേക്ക് റൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇനി നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ജോയിൻ ചെയ്യുക. നമ്മുടെ വിദ്യാരംഭത്തിന്റെ ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇതേപോലുള്ള എല്ലാ കോൺസെപ്റ്റും എല്ലാ ടോപ്പിക്കും നല്ല വ്യക്തവും ശക്തവും ക്ലിയറുമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഈ കയറി പോകുന്നതൊക്കെ നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് +1 മുഴുവൻ വർക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ബൈ ബൈ.